ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മൈൻഡ് ഫാക്ട്സ് ബൈ സിയോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും മാർത്താണ്ഡവർമ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഇന്ന് മാർത്താണ്ഡവർമ്മയെ കുറിച്ച് ഒന്ന് വിശദമായി പഠിക്കാം. മാർത്താണ്ഡവർമ്മ കന്യാകുമാരി മുതൽ വടക്കൻ പറവൂര് വരെ വ്യാപിച്ചു കിടന്ന തിരുവിതാംകൂറിന്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ. കോലത്തു നാട്ടിൽ നിന്ന് വേണാട്ടിലേക്ക് ദത്തെടുത്ത ഒരു തമ്പുരാട്ടിയായിരുന്നു മാതാവ്. 1706 മാർത്താണ്ഡവർമ്മ ജനിച്ചത്. രാജാവാകുമ്പോൾ 23 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. യുവരാജാവായിരിക്കുമ്പോൾ എതിരാളികളെ ഭയന്ന് മാർത്താണ്ഡവർമ്മ വേഷം മാറി പലയിടത്തും സഞ്ചരിച്ചിരുന്നു. ശത്രുക്കളിൽ നിന്നും ഓടി മാർത്താണ്ഡവർമ്മ ഒരു പ്ലാവിന്റെ പോടിൽ അഭയം പ്രാപിച്ചു. ഈ ചരിത്ര പ്രസിദ്ധമായ പ്ലാവ് അമ്മച്ചിപ്ലാവ് എന്ന പേരിൽ നെയ്യാറ്റിൻകര ക്ഷേത്രത്തിൽ ഇപ്പോഴും ഉണ്ട്. അധികാരം തിരിച്ചു പിടിച്ച അദ്ദേഹം ശത്രുക്കളോട് ക്രൂരമായി പകരം വീട്ടി. അന്നത്തെ വേണാട്, കൊല്ലം, കായംകുളം, അമ്പലപ്പുഴ, വടക്കംകൂറ്, തെക്കുംകൂറ് തുടങ്ങിയ ചെറു രാജ്യങ്ങളെ കീഴടക്കി വേണാടിനോട് ചേർത്തു. രാമയ്യൻ ആയിരുന്നു ദളവ അഥവാ പ്രധാനമന്ത്രി. 1941 ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ വെച്ച് പരാജയപ്പെടുത്തുകയും 1750 ജനുവരി 3 മഹാരാജാവ് രാജ്യം മുഴുവൻ പരദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിന്റെ പ്രതിപുരുഷനായി രാജ്യം ഭരണം നടത്തുകയും ചെയ്തു. തിരുവിതാംകൂറിൽ അണക്കെട്ടുകളും ജലസേചന തോടുകളും നിർമ്മിച്ചു. വാണിജ്യ പ്രാധാന്യമുള്ള ഉത്പന്നങ്ങളുടെ വ്യാപാരം സർക്കാർ ഏറ്റെടുക്കുകയും കൃഷിഭൂമികളുടെ പരിധി നിർണയിച്ച് നികുതി ചുമത്തുകയും വാർഷിക ബഡ്ജറ്റ് പ്രകാരം ചെലവുകൾ നടത്തി. കേരളീയ മാതൃകയിൽ പത്മനാഭപുരം കൊട്ടാരം പണികഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. തന്റെ ശ്രേയസ്സുകൾക്കെല്ലാം കാരണക്കാരനും വിശ്വസ്ത സേവകനുമായ രാമയ്യൻ ദളവയുടെ മരണം രാജാവിനെ ക്ഷീണിപ്പിച്ചു. അധികം വൈകാതെ 1758 രാജാവ് അന്തരിച്ചു. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മാർത്താണ്ഡവർമ്മയെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. നന്ദി.